നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു ഇടവേളയ്ക്ക് ശേഷം കേരളത്തിൽ വീണ്ടും നിപ സ്ഥിരീകരിച്ചു. ഇന്ന് മലപ്പുറത്താണ് നിപ സ്ഥിരീകരിച്ചത്. അതിൻ്റെ കൂടുതൽ വിവരങ്ങളിലാണ് നോക്കാൻ പോകുന്നത്. നിപ സ്ഥിരീകരിച്ചതിന് ശേഷം ലോക്ക്ഡൗൺ ഉണ്ടാകുമോ, അതുപോലെ തന്നെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള മുഴുവൻ കാര്യങ്ങൾ നോക്കാൻ പോകുന്നത്. അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു തരത്തിലുള്ള രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതില്ല. ഗവൺമെൻറ്റിന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് നിർദ്ദേശങ്ങൾ എപ്പോൾ വേണമെങ്കിൽ മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ പുതിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. 3 വർഷങ്ങൾക്ക് മുമ്പാണ് കേരളത്തിൽ നിപ ആദ്യമായി സ്ഥിരീകരിച്ചത്. അന്ന് കോഴിക്കോടായിരുന്നു നിപ സ്ഥിരീകരിച്ചത്. അതിനുശേഷം തുടരെ 2 വർഷങ്ങളിലും നിപ കോഴിക്കോട് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യ വർഷങ്ങളിൽ ഒരുപാട് ആളുടെ മരണത്തിനും മറ്റും കാരണമായ നിപ. പിന്നീടുള്ള വർഷങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് അതിനെ നേരിടാൻ സാധിച്ചു. ഇന്ന് മലപ്പുറം പാണ്ടിക്കാട് എന്ന സ്ഥലത്താണ് ഇപ്പോൾ നിപ വീണ്ടും സ്ഥിരീകരിച്ചത്. അവിടെയുള്ള ഒരു 16 വയസ്സുകാരൻ കുട്ടിക്കാണ് ഇപ്പോൾ നിപ സ്ഥിരീകരിച്ചതായിട്ട് ഔദ്യോഗികമായി സർക്കാർ അറിയിച്ചത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാൻ പോകുന്നത്, കഴിയുന്ന ആളുകളും മാസ്ക് നമ്മൾ കൊറോണ സമയത്ത് ഉപയോഗിച്ച രൂപത്തിൽ തന്നെ മാസ്ക് ഉപയോഗിക്കുക. അതുപോലെ തന്നെ വവ്വാലും മറ്റ് പക്ഷികളും കഴിച്ച ബാക്കി വരുന്ന ഫ്രൂട്ട്സുകളും മറ്റും നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. മഴക്കാലമാണ്, കൂടുതൽ ഫ്രൂട്ട്സ് ഉണ്ടാകുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും ശ്രദ്ധിക്കുക. വവ്വാൽ അല്ലെങ്കിൽ മറ്റ് കിളികൾ ഉപയോഗിച്ച അല്ലെങ്കിൽ പക്ഷികൾ ഉപയോഗിച്ച സാധനങ്ങൾ നമ്മൾ കൂടുതൽ ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ യാത്ര ചെയ്യാതിരിക്കുക. ആ ഏരിയയിലേക്ക് മറ്റും കൂടുതൽ യാത്ര ചെയ്യാതിരിക്കുക. പനിയോ അല്ലെങ്കിൽ ശ്വാസതടസ്സമോ വയറിളക്കമോ നിപ ലക്ഷണങ്ങളായിട്ട് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ അറിയിക്കുക. ഹോസ്പിറ്റലിൽ പോവുക. ഒരു കാരണവശാലും വീട്ടിൽ നിന്നും പാരസെറ്റമോളും മറ്റും കുടിച്ച് വീട്ടിലിരിക്കരുത്. എല്ലാ ആളുകളും, പനിയുള്ള എല്ലാ ആളുകളും നിർബന്ധമായും ഹോസ്പിറ്റലിൽ ചെന്ന് അതിനുള്ള മരുന്നുകളും മറ്റ് പ്രിക്കോഷനും എടുക്കുക. പുറത്തിറങ്ങുമ്പോഴും മറ്റു ആൾക്കൂട്ടത്തിലേക്ക് നീങ്ങുമ്പോഴും എല്ലാം കഴിവുന്ന ആളുകളും മാസ്ക് ഉപയോഗിക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന എന്തെല്ലാമാണ് സർക്കാർ ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ലോക്ക്ഡൗൺ ഇപ്പോൾ സർക്കാർ ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല. ആ പഞ്ചായത്തിൽ ചിലപ്പോൾ ലോക്ക്ഡൗൺ ഉണ്ടായിരിക്കാം. എന്നിരുന്നാലും പുറത്തേക്ക് ഇപ്പോൾ താൽക്കാലികമായി ലോക്ക്ഡൗൺ മറ്റു കാര്യങ്ങളും ഉണ്ടായില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. എന്നിരുന്നാലും ഇന്ന് നിപ സ്വീകരിച്ച ആൾക്ക് എത്ര ആൾക്ക് കൂടുതൽ പനിയുണ്ട് മറ്റു കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ലോക്ക്ഡൗണും മറ്റു കാര്യങ്ങളിലേക്കും സർക്കാർ നീങ്ങുക. ഏതായാലും കഴിവുന്ന ആളുകൾ മാക്സിമം പുറത്തിറങ്ങാതെയും അതുപോലെ തന്നെ പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ഉപയോഗിക്കുകയും നിർബന്ധമായി ചെയ്യുക. എല്ലാം ഇതിൻ്റെ കൂടുതൽ വിവരം അറിയാൻ സാധിച്ചാൽ തന്നെ നമ്മുടെ ചാനൽ അറിയിക്കുന്നതാണ്. ഇനി പുതിയ വീഡിയോസുമായി കാണാം. അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.